ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഫ്രീ ഫയറിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എഡിറ്റാണ്. നിങ്ങൾ എവിടെ എടുത്ത് നോക്കിയാലും വാട്സപ്പ് എടുത്താലും ഇൻസ്റ്റഗ്രാം എടുത്താലും എവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു സംഭവമാണ് ഫ്രീ ഫയർ പ്രൊഫൈൽ പേപ്പർ കട്ട്. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ഫ്രീ ഫയറിൻ്റെ പ്രൊഫൈൽ ഒരാൾ കത്തിച്ച് ആ ഒരു രീതിയിലാക്കിയിട്ടുള്ള ഒരു ഇമേജ് ഇപ്പോൾ നിങ്ങൾക്കിവിടെ സ്ക്രീൻ കാണാൻ സാധിക്കുന്നുണ്ടാകും. ഇതുപോലത്തെ ഒരു ഇമേജ് ആയിരിക്കും നിങ്ങളിപ്പോൾ എല്ലായിടത്തും കാണുന്നത്. സോ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ പ്രൊഫൈൽ എങ്ങനെ ആക്കാം എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. സോ ഈ ഒരു സംഭവം ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, ഈ ഒരു എഡിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണുക. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. സോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. സോ ഉടൻ തന്നെ സമയം വേസ്റ്റ് ചെയ്യാതെ നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലോട്ട് പോയേക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഗെയിമിൽ കയറിയിട്ടുണ്ട്. ഗെയിമിൽ കയറി എൻ്റെ അക്കൗണ്ട് കയറിയിട്ട് എൻ്റെ പ്രൊഫൈലിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫൈലിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. സോ ഇനി നമ്മൾക്ക് വേണ്ട പിക്സാർട്ട് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. സോ ഞാൻ പിക്സാർട്ട് ഓപ്പൺ ചെയ്യുകയാണ്. ഈ ഒരു പിക്സാർട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു പിക്സാർട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ പിക്സാർട്ട് ഓപ്പൺ ചെയ്തു, സ്കിപ്പ് കൊടുത്തു, നേരെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, എഡിറ്റ് ചെയ്യ ഫോട്ടോ എന്ന് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഞാൻ വീഡിയോൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ടൊരു ഫയലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ അവിടുന്ന് ആ ഒരു ഇമേജ് ഡൗൺലോഡ് എടുക്കുക. ആ ഒരു ഇമേജ് ഞാൻ നേരെ ഇത് പിക്സാർട്ടിലോട്ട് ആഡ് ചെയ്തു. പിക്സാർട്ടിലോട്ട് ആഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ അടിയിൽ കുറച്ച് നീക്കി പോവുക. എന്നിട്ട് ആഡ് ഫോട്ടോ കൊടുക്കുക. ആഡ് ഫോട്ടോ കൊടുത്തതിൽ നമ്മളിപ്പോൾ എടുത്ത് വെച്ച സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ, ആ ഒരു സ്ക്രീൻഷോട്ട് നേരെ ഈ ഒരു പ്രൊഫൈലിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. സോ ഞാൻ ഏതായാലും എന്താ പറയുക, സ്ക്രീൻഷോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ ഒരു ചെറിയൊരു ബഗ്ഗാണ്, അതാണ് ഞങ്ങൾക്കിവിടെ സ്ക്രീനിലൊന്നും കാണാൻ സാധിക്കാത്തത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത ആ ഒരു പിക്ക് ഒന്ന് ക്രോപ്പ് ചെയ്യുകയാണ്. ഈ ഒരു ക്രോപ്പ് ചെയ്യണ ഭാഗം അതെന്തോ ബഗ്ഗാണ്. ഞാൻ നേരത്തെ ചെയ്തപ്പോൾ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. സോ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ആ പിക്ക് എടുത്ത് ക്രോപ്പ് ചെയ്ത് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു പിക്ക് ഫുൾ സ്ക്രീനിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെരിച്ച് വെച്ച് കൊടുക്കുക. ചെരിച്ചിട്ട് നേരെ ഈ ഒരു പേപ്പറിൻ്റെ ഉള്ളിലല്ല, പേപ്പറിൻ്റെ മാക്സിമം പേപ്പറിനെ കവറായി വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. പേപ്പറിൻ്റെ പുറത്തോട്ടായിരിക്കണം ഫുള്ള്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ രീതിയിൽ തടിയൊക്കെ കൂട്ടി കൊടുക്കുക. അങ്ങനെ ഞാൻ ഈ ഒരു ഇമേജിൻ്റെ വലിപ്പം സൈസും എല്ലാം കൂട്ടി കൊടുത്ത് ഏകദേശം ഒന്ന് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതൊന്ന് നോക്കുകയാണ്, ഇത് സെറ്റായിട്ടുണ്ടോ നോക്കുകയാണ് ഇമേജ്. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിവിടെ കാണാൻ സാധിക്കും എന്താ പറയുക, ഒപ്പാസിറ്റിന്ന് ജസ്റ്റ് ഒരു ഒപ്പോസിറ്റി എന്ന് പറയുന്നത് 50 കൊടുക്കാം. 50 കൊടുത്തതിന് ശേഷം മേലെ കാണുന്ന ഇറേസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ഇറേസ് ചെയ്യുക. സൂം ചെയ്തിട്ട് ഈ ഒരു പേപ്പറിൻ്റെ പുറത്തോട്ടുള്ള ഭാഗം മൊത്തം ഇറേസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ഈ ഒരു പേപ്പറിൻ്റെ ഫുള്ള് നമ്മുടെ പ്രൊഫൈൽ ആ പേപ്പറിൻ്റെ ആ രീതിയിലാക്കിയിട്ട് നിങ്ങൾ ഫുള്ള് എറേസ് ചെയ്ത് കൊടുക്കണം. സോ ഞാനിപ്പോൾ എറേസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ എറേസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അതോടൊപ്പം തന്നെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഓളിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാനിതിന് ഇതുപോലത്തെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നുണ്ടാകും. സോ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ അവരുടെ ബെല്ലൈക്കൺ കൂടെ ഓളിട്ട് വെക്കാൻ മറക്കരുത്. ഞാനിപ്പോൾ എറേസ് ചെയ്ത് കയ്യാറായിട്ടുണ്ട്, ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ഇവിടെയൊക്കെ നോക്കി എറേസ് ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറയുക, ഇതിനൊരു ഫിനിഷിങ് ഉണ്ടാകത്തില്ല. നിങ്ങളെ കയ്യിലാണ് നിങ്ങളുടെ ഫോട്ടോയുടെ കാര്യം ഇരിക്കുന്നത്. സോ പ്രൊഫൈൽ നിങ്ങൾ എന്താ പറയുക, എറേസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ എറേസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ ലാസ്റ്റിക്ക് വരുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു കൈയിൻ്റെ ഭാഗം എറേസ് ചെയ്യണം. സോ അവിടെ സൂം ചെയ്ത് കുറച്ച് ഓവറായിപ്പോയി. ഫുള്ള് റീസ്റ്റോർ കൊടുക്കുകയാണ്. റീസ്റ്റോർ എടുത്തിട്ട് ഒന്നുകൂടെ ചെറുതാക്കി എന്താ പറയുക, ഒരു വിരലിൻ്റെ രീതിയിൽ വലുപ്പത്തിലാക്കിയിട്ട് എറേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ ഫുള്ളി റെഡിയാണ്. ഞാൻ ടിക്ക് മാർക്ക് കൊടുത്ത് ഇനി ഓപ്പോസിറ്റ് ഫുള്ള് ഇട്ട് നോക്കിയപ്പോൾ ചില ഭാഗത്ത് എന്താ പറയുക, അറിയാതെ കൈ തട്ടിയൊക്കെ പോയിട്ടുണ്ട്. സോ നമുക്കവിടെ റീസ്റ്റോർ ചെയ്ത് കൊടുക്കണം. സോ ഞാൻ റീസ്റ്റോർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില ഭാഗത്ത് എന്താ പറയുക, ഓവർ മേലോട്ട് കയറിയിട്ടുണ്ട്. സോ അതൊക്കെ റീസ്റ്റോർ ചെയ്ത് കൊടുക്കണം. സോ ഞാൻ ഇപ്പോൾ റീസ്റ്റോർ ചെയ്തുകൊണ്ട് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്.
അപ്പോൾ ഏകദേശം ആൾമോസ്റ്റ് എല്ലാം ഇപ്പോൾ സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ പണി. ഒരു സിമ്പിൾ പണിയാണ്, പക്ഷെ അത്രയും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡിയായി വരും. സോ നിങ്ങളവിടെ അടിയിൽ സ്വൈപ്പ് ചെയ്ത് പോയതിന് ശേഷം അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്ലെൻഡ് എന്ന്. സോ ബ്ലെൻഡിൽ പോയതിന് ശേഷം നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാതും ഇട്ട് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എടുക്കുക. ഞാനിതിൽ പ്രിഫർ ചെയ്യുന്നത് ഓവർലേ ആണ്. സോ ഓവർലേ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമേജ് സെറ്റായിട്ടുണ്ട്. വീണ്ടും ബഗ് അടിച്ചിട്ടുണ്ട്. അല്ല, നിങ്ങൾക്ക് മേലെ കാണുന്ന ഒരു ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കൺ ഓൾ ഇട്ട് വെക്കുക. പിന്നെ നിങ്ങളുടെ മിനിമം ഒരു 3 ഫ്രണ്ട്സിലോട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും നമ്മൾ ട്രെൻഡിങ് ആയിക്കൊണ്ട് വെക്കുന്ന കണ്ടൻസിനെ കുറിച്ചൊക്കെ വീഡിയോസ് ഇടും. സോ നിങ്ങൾ എന്താ പറയുക, ആ ഒരു വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൺ ഓൾ ഇട്ട് വെക്കുക. അപ്പോൾ ഇതിനേക്കാളും മികച്ച ഒരു അടിപൊളി കിടക്കാച്ചി ഫ്രീ ഫയർ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.